മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലെ അനുപമ ടൈൽ ഫാക്ടറി പ്രദേശം സാമൂഹ്യവിരുദ്ധരുടെ താവളമാകുന്നു. പോലീസ് പിടികൂടുന്ന വാഹനങ്ങളും ഇവിടെയാണ് കൊണ്ടുവന്നിടുന്നത്. ഇതെല്ലാം നീക്കം ചെയ്ത് ഇവിടെ സുരക്ഷിതമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഒരു കാലത്ത് മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന വികസന കേന്ദ്രമായിരുന്നു അനുപമ ടൈൽ ഫാക്ടറി. നിരവധി പേർ ഇവിടെ ജോലി ചെയ്തിരുന്നു. ഖാദി ബോർഡിന്റെ നേതൃത്വത്തിൽ 45 പേരടങ്ങുന്ന ഒരു സൊസൈറ്റി രൂപീകരിച്ചാണ് ഈ ടൈൽ ഫാക്ടറി തുടങ്ങിയത്. തുടക്കകാലങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ അധികൃതർ വേണ്ട ശ്രദ്ധ പതിപ്പിക്കാത്തതിനാൽ ഫാക്ടറി നിന്നുപോകുകയായിരുന്നു. കഴിഞ്ഞ 15 വർഷത്തോളമായി ഫാക്ടറി അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ഏകദേശം 2.5 ഏക്കറോളം വിസ്തൃതി ഉണ്ടായിരുന്നു ഈ സ്ഥലത്തിന്. എന്നാൽ ഇന്ന് പലവിധ കയ്യേറ്റങ്ങൾ നടന്ന പലരും സ്ഥലങ്ങൾ കൈയടക്കി വച്ചിരിക്കുകയാണെന്ന് ഇവിടുത്തുകാർ പറയുന്നു. ടൈൽ ഫാക്ടറിയുടെ വലിയ കെട്ടിടവും മെഷീനറികളും ഉണ്ടായിരുന്നതാണ്. എന്നാൽ സാമൂഹ്യ വിരുദ്ധർ പലപ്പോഴായി കെട്ടിടം തന്നെ ഇല്ലാതാക്കി. ഇത് ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു സംരംഭമാണ് ഈ നീലീശ്വരം അനുപമ ടൈൽസ് ഫാക്ടറി. 45ഓളം പേര് 45ഓളം പേരുടെ കോൺട്രിബ്യൂഷൻ ഒരു 5000 രൂപ വീതം എടുത്ത് തുടങ്ങിയ ഒരു സൊസൈറ്റിയാണ്. പിന്നീട് അതിന് മെമ്പർഷിപ്പ് കൂട്ടുകയും പിന്നീട് രാഷ്ട്രീയ കളിയിലൂടെ നശിച്ച് നാരായണക്കല്ല് പറക്കിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ന് ഈ അനുപമ ടൈൽസ് ഫാക്ടറി. പക്ഷേ അതിലൂടെ ഇവിടെ ഒരുപാട് മെഷീനറികളും കെട്ടിടമൊക്കെ ഉണ്ടായി. ഇത് സാമൂഹ്യ വിരുദ്ധർ പൊളിച്ചു കൊണ്ടുപോവുകയും അതൊരു വലിയ വ്യവസായത്തിലേക്ക് പോകുന്ന രീതിയിൽ കള്ളന്മാർ അത് ആഘോഷിക്കുകയാണ് ചെയ്തത്. സമീപ പ്രദേശങ്ങളിലെ മുഴുവൻ സാമൂഹ്യ വിരുദ്ധരും തമ്പടിക്കുന്ന ഒരു മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മേഖല. അതിൻ്റെ കൂടെയാണ് പോലീസ് വകുപ്പ് മണൽ മാഫിയകളിൽ നിന്ന് പിടിച്ചെടുത്ത വണ്ടികൾ ലേലം ചെയ്യാതെ അത് ഇവിടെ കൊണ്ടുവന്ന് തള്ളുകയും ഇന്ന് ഇത് വളരെ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത്. കഞ്ചാവ്, മയക്കുമരുന്ന്, മറ്റുള്ള എല്ലാവരും അതുപോലെ തന്നെ പാമ്പുകളൊക്കെ ഇവിടെ ആവാസ കേന്ദ്രമായിട്ട് മാറ്റിയിരിക്കുകയാണ്. സമീപ പ്രദേശങ്ങളിലെ ആളുകൾ പല കേസുകളിലും പ്രതിയാകുന്ന ഒരവസ്ഥയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരിക്കുകയാണ്. കാട് പിടിച്ചു കിടക്കുന്നതിനാൽ പലവിധ അനാശാസ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ടെന്നും സമീപവാസികൾ പറയുന്നു. ഇവിടുത്തെ കുട്ടികൾ പോലും ഈ സാമൂഹ്യ വിരുദ്ധരുടെ കൈകളിലാണ്. പലവിധ ചൂഷണത്തിനും ഇവർ വിധേയരാകുന്നതായി നാട്ടുകാർ പറയുന്നു. ഇന്ന് ആളുമില്ലാത്തവല്ലാണ്ട് കാട് പിടിച്ച് കിടക്കുകയും പോലീസ് പാർട്ടി പിടിച്ചെടുക്കുന്ന അനധികൃതമായി പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന ഒരു സംവിധാനം വെച്ചു. ആ സൂക്ഷ്യത്തിൻ്റെ പേരിൽ പരിസരവാസികൾക്ക് വരുത്തുമ്പോക്കും ആളുകളുടെയും മറ്റുള്ളവരുടെയും ഒരു ശല്യമായി മാറിയിരിക്കുകയാണ്. ഈ കാലടി പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ പിടിച്ചിട്ടിരിക്കുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയും ഈ കുട്ടികളുടെ ഈ പ്രേരണ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള പ്രേരണകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. മയക്കുമരുന്ന്, കഞ്ചാവിൻ്റെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് ഈ പ്രദേശങ്ങൾ. ഇവിടെ വളർന്നു വരുന്ന കുട്ടികളൊക്കെ അറിയാതെ ചെന്ന് പെടുകയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക്. അതിന് ഒരു ശാപമോക്ഷം ഉണ്ടാകണം എന്നുള്ള ഒരു വസ്തുതയാണ് നമുക്ക് ഇതിലൂടെ തെളിയിക്കാനുള്ളത്. ഇന്ന് ഇവിടം പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ്. നിരവധി വാഹനങ്ങളാണ് കാട് പിടിച്ച് നശിക്കുന്നത്. ഈ വാഹനങ്ങൾ ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്ന് നിരവധി തവണ അധികൃതർക്ക് പരാതികൾ നൽകിയതാണ്. എന്നാൽ യാതൊരു നടപടികളും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായുമില്ല. ഇവിടെ പഞ്ചായത്തിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് വേറെ ഗ്രൗണ്ടൊന്നുമില്ല. അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ കുട്ടികളെല്ലാവരും വന്ന് കളിക്കുന്നൊരു വലിയ ഗ്രൗണ്ടാണിത്. അതോടൊപ്പം തന്നെ ഈ വണ്ടികൾ പോലീസുകാർ പിടിച്ചിട്ടിരിക്കുന്ന ഈ ഏരിയയും പിള്ളേർ കളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു മറയായി മാറി. ആ വണ്ടികളിലൊക്കെ കാടൊക്കെ പിടിച്ച് ആകെ ഒരു ഭീകര അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇത് ഇങ്ങനെ വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് മുതിർന്നവർക്കല്ല, കുട്ടി ക്രിമിനലുകളെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് സാധ്യതയുണ്ട് ഇവിടെ. കാരണം കുട്ടികളിവിടെ ഫുട്ബോൾ കളിക്കാനോ മറ്റ് ക്രിക്കറ്റ് കളിക്കാനൊക്കെ വരുന്നതോടൊപ്പം തന്നെ കുറേ സാമൂഹ്യ വിരുദ്ധർ അതിനോടൊപ്പം ചേരുകയും ഈ കുട്ടികളെ ഈ മയക്കുമരുന്ന് ലോബിയിലേക്ക് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് പരിസരവാസികളായ പല കുട്ടികളും അതിൽ ചെന്ന് പെട്ടതായിട്ടും പോലീസിലും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു നാടിൻ്റെ തന്നെ ശാപമായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇതിൽ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുക, ഇതിന് വേണ്ട നടപടികൾ എടുക്കുക. ഇവിടുത്തെ വാഹനങ്ങൾ നീക്കം ചെയ്ത് ഈ സ്ഥലം ഉപകാരപ്രദമാക്കണമെന്നാണ് ഇവിടുത്തുകാർ ആവശ്യപ്പെടുന്നത്. കുട്ടികൾക്കായി നല്ലൊരു കളിസ്ഥലമാക്കി മാറ്റാവുന്ന പ്രദേശം കൂടിയാണിത്. അതിനെല്ലാം അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തുകാർ.